കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കുമാരന്മാർ രണ്ടുപേരും പോന്നു. സരയൂ നദീതീരത്ത് അന്ന് രാത്രി കഴിച്ചുകൂട്ടി ബലിയും അതിബലിയും മന്ത്രമൊക്കെ വാങ്ങിയിട്ട് അവരന്ന് രാവിലെ പിറ്റേന്ന് വിളിച്ചായപ്പം എഴുന്നേറ്റ് മഹർഷിയുടെ കൂടെ കുളി സന്ധ്യാവന്തനമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് പുറപ്പെട്ടു. പിന്നെ അവരവിടെ നിന്ന് നടന്ന് മഹർഷിയുടെ കൂടെ നടന്നു പോന്ന് അങ്ങനെ ആ പുഴയുടെ കരയിൽ കൂടെ നടന്ന് കാട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ച് മുമ്പിലേക്കായിട്ട് തത്ര ആശ്രമപദം പുണ്യം ഋഷീണാം ഉഗ്രതേജസം നല്ല തേജസ്വികളായ മഹർഷീശ്വരന്മാർ തപസ് ചെയ്യുന്ന ചില ആശ്രമസ്ഥാനങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, ഈ കുമാരന്മാർ ചോദിച്ചു, കസ്യായം ആശ്രമ, ഇതാരുടെ ഈ ആശ്രമം? അവർക്കറിയില്ലല്ലോ, അവർ അങ്ങനെയൊന്നും മുമ്പ് വഴി വന്ന പതിവില്ലാത്തതുകൊണ്ട് ചോദിച്ചു, ആരുടെ ഈ ആശ്രമം, എന്താ അത് എവിടത്തെയാന്നൊക്കെ ചോദിച്ചു. അപ്പം അത് കേട്ടപ്പോൾ മഹർഷി പറഞ്ഞു, ഭഗവൻ ശ്രോതുമിച്ഛാവാ പരം കൗതൂഹലം ഹിന, ഞങ്ങൾക്കത് കേൾക്കാൻ ഒരു മോഹമുണ്ട്, ആരുടെ ഈ ആശ്രമം അറിയില്ലല്ലോ, ഒന്ന് പറഞ്ഞു തരണേ എന്നും പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം മഹർഷി പറഞ്ഞു, ശ്രൂയതാം രാമ യസ്യായം പൂർവമാശ്രമ, കേട്ടോളൂ കുട്ടി ഞാൻ പറയാമെന്നും പറഞ്ഞു. അതായത് നമ്മളിപ്പം കാട്ടിലേക്ക് വരുമ്പം മഹർഷി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് കാണിച്ചു കൂട്ടിയ പരാക്രമം, അവിടെ ഉണ്ടായ ഭാവം, ഇപ്പം ഈ കുട്ടികളോട് അദ്ദേഹം പെരുമാറുന്ന ഒരു പെരുമാറലും കണ്ടില്ലേ? കുട്ടികളോട് കസ്യായ ആശ്രമം, ആരുടെ കസ്യായ ആശ്രമം എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ മാത്രമുള്ള ധൈര്യം ആർക്കുണ്ടായി? അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പം ഇദ്ദേഹം അച്ഛൻ്റെ അടുത്ത് പെരുമാറി അതേ ജാതി ഭാവവും ഭാഷയായിട്ടാ വർണ്ണയിച്ചപ്പോൾ കുട്ടികൾക്ക് അത് ചോദിക്കാൻ തോന്നുമോ? പേടിച്ച് മിണ്ടാണ്ടിരിക്കുകയല്ലേ ഉള്ളൂ തോന്നുന്നു. അപ്പം ആ രാജാവിൻ്റെ മക്കളോട് ആ മഹർഷി പെരുമാറിന ആ ഒരു വാത്സല്യവും ഭാവവും ലാളിത്യവും അദ്ദേഹത്തിൻ്റെ ഒരു തെളിഞ്ഞ മനസ്ഥിതിയും കാരണമാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? തുറന്ന് കസ്യായ ആശ്രമം, ആരുടെ ഈ ആശ്രമം, എന്താ അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ചോദിക്കാണ്ടായ കാരണം. അപ്പം അതിന് മറുപടി ആയിട്ട് ഭഗവാന്റെ ഈ ഇദ്ദേഹം മഹർഷി പറഞ്ഞു കൊടുത്തു, അത് പണ്ട് കന്ദർപ്പോ മൂർത്തിമാനാസിൽ, പണ്ട് കാമദേവൻ ശരീരത്തോടു കൂടി ഇരുന്ന കാലത്ത് ഇവിടെയാണ് ഇരുന്ന് തപസ് ചെയ്തത്. അദ്ദേഹമാണ് പിന്നീട് ഭഗവാൻ ശ്രീപരമേശ്വരൻ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയത്. അങ്ങനെ കാമൻ ഈ നേത്രാഗ്നിയിൽ ദഹിച്ചു പോവുക കാരണം കാമൻ്റെ അംഗം ശരീരം ഇവിടെ പതിച്ചു. അങ്ങനെ പതിച്ചത് കാരണം ഈ ദേശത്തിൻ്റെ പേരെന്തായി? അംഗം എന്ന പേര്. അങ്ങനെയാണ് അംഗദേശം എന്ന് പേരുണ്ടായത്. അംഗം എന്നാണ് ഈ ദേശത്തിൻ്റെ പേര്. അങ്ങനെയാണ് ദേശപ്പേരുണ്ടാവാൻ കാരണം. അങ്ങനെ കാമനാണെങ്കിലോ അംഗം പോവുക കാരണത്താൽ അനങ്കൻ എന്നും പറയും. അനങ്കൻ ദേഹമില്ലാത്ത ആളാണ് കാമൻ. അങ്ങനെ മനസ്സിജൻ മനോജവൻ എന്നൊക്കെ ആയിട്ട് തീർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം കാമദേവൻ്റെ കഥയെ അത് കുറേ കാലം മുമ്പുണ്ടായ കഥയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇവിടെ മഹർഷിമാരൊക്കെ ഇപ്പോൾ താമസമുണ്ട്, കുറേ പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് പോവാം, അവിടെ ചെന്ന് കുളിച്ച് സന്ധ്യാവന്തനൊക്കെ വൈകുന്നേരത്തേത് അവിടെ ആവാമെന്നും പറഞ്ഞു. അവിടെ ചെന്നിരുന്ന് അവരെന്ത് ചെയ്തു? അഭിഗച്ഛാവഹേ ഇഹാദ്യ രജനീം, ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടാൻ നമുക്ക്. എവിടെ? ഈ മഹർഷിമാരുടെ കൂടെ കാമാശ്രമത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് ഈ സരയൂൻ്റെ തീരത്തായി കാമാശ്രമം ഇരിക്കണത്. അപ്പോൾ അവിടെ കഴിച്ചു കൂട്ടി കഴിക്കുക എന്നും പറഞ്ഞ് രാത്രി വൈകുന്നേരത്തെ സന്ധ്യാവന്തനൊക്കെ കഴിച്ചു. സ്നാതശ്ച കൃതജപ്യാശ്ച ഹുതഹവ്യ നരോത്തമ, കുളിച്ചു, സന്ധ്യാവന്തനം കഴിച്ചു, ജപിച്ചു. ഇതിനി ഇടയ്ക്കിടയ്ക്ക് പറയും. എന്ത് ഉണ്ടു, അലക്കിയതൊന്നും എടുത്ത് ഉടുത്തു എന്നൊന്നും പറയില്ല. അതൊന്നും എവിടെയും പറയില്ല. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിക്കിൽ ഇവർ രാവിലത്തെയും വൈകുന്നേരത്തെയും സന്ധ്യാവന്തനം എവിടെയാണ് കഴിച്ചത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ പറയും. രാമായണത്തിൽ പറയും. ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നേരത്തെയും കണ്ടില്ലേ, തലേനാളത്തെ വൈകുന്നേരത്തെയും രാവിലത്തെയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുത്തെ പറയണം. സ്നാതാശ്ച, കുളിച്ചു,
പിന്നെ കൃതജപ്യാശ്ച ജപിച്ചു നല്ലോണം. എന്നിട്ടോ ഹുതഹവ്യാഹ നിത്യ ഹോമങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഉണ്ടല്ലോ ഹോമിക്കുക, ഹോമങ്ങളൊക്കെ കഴിച്ചിട്ട് നരോത്തമ. എന്നിട്ടോ അങ്ങനെ തേഷാം സംവദതാം തത്ര തപോ ദീർഘേണ ചക്ഷുഷാം വിജ്ഞായ പരമപ്രീത മുനയോ ഹർഷമാഗമന്. അങ്ങനെ അവിടെ ഇരിക്കണം മുനിമാരുടെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരുന്നു. മഹർഷിമാർ അവിടെ താമസിക്കുന്നവരുടെ കൂടെ വിശ്വാമിത്രർ വന്നു എന്ന് കേട്ടാൽ വലിയ സന്തോഷം എല്ലാവർക്കും. വിശ്വാമിത്രരിൽ നിന്ന് അങ്ങനെ കാണാൻ കിട്ടില്ലേ. അദ്ദേഹമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടെ 2 കുട്ടികളും ഉണ്ട്. കുട്ടികൾ ചെറിയ 2 കുട്ടികളുടെ കയ്യും പിടിച്ചിട്ടേ കാർന്നവർ വന്നിരിക്കണത്. അപ്പം അദ്ദേഹത്തെ നല്ലോണം ശുശ്രൂഷിച്ചു. അർഘ്യം പാദ്യം തഥാതിഥ്യം നിവേദ്യ കുശികൽമജേ. കണ്ടോ, അർഘ്യം പാദ്യം. അതിഥികൾ വന്നാലേ അർഘ്യപാദ്യാദികളൊക്കെ, അർഘ്യം പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ പാദ്യം കാലെഴുകാനുള്ള വെള്ളം, കുടിക്കാനുള്ളത്, പിന്നെ ക്ഷീണം തീർക്കാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ നല്ലോണം ആതിഥ്യം ചെന്താർത്ഥം അതിഥികൾ വന്നാൽ ചെയ്യേണ്ടതായ സമ്പ്രദായത്തിലുള്ള സൽക്കാരങ്ങളൊക്കെ നല്ലോണം ചെയ്തു. ആർക്ക്? ഈ വിശ്വാമിത്ര മഹർഷിക്ക്. അപ്പം അദ്ദേഹത്തിന് കേമായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കും. അദ്ദേഹത്തിന് കൂടെ വന്നവരെയും ശുശ്രൂഷിക്കുമല്ലോ. അപ്പം നമ്മളൊരു കേമായിട്ട് ഒരാൾ നമ്മുടെ കുടുംബത്തേക്ക് വിരുന്ന് വന്നാൽ കൂടെ വന്നവരൊക്കെ പഠിപ്പരയുടെ പാടത്ത് നിന്നോളൂ, അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരും, അങ്ങനെ പറയൂ? ഇല്ല. അപ്പോൾ വലിയ ആൾക്കാരുടെ കൂടെ വരണവരെയൊക്കെ വലിയ കൂട്ടത്തിലേക്കല്ലേ കൂട്ടുക. ഈ കുമാരന്മാരെ അതുപോലെ നല്ലോണം കണക്കാക്കി. എന്നിട്ട് എന്താണ്ടായത്, രാമലക്ഷ്മണയോ പശ്ചാത് അകുർവൻ അതിഥിക്രിയം. ആദ്യം ആരെയെ കണക്കാക്കി ബഹുമാനിച്ച് പൂജ കഴിച്ചത്? വിശ്വാമിത്രരെ. അനന്തരം എന്ത് ചെയ്തു? ഈ കുമാരൻ. അതൊക്കെ പ്രായവും കാലവും സ്ഥാനം കുട്ടികളാണല്ലോ. അപ്പോൾ കുട്ടികളെ നമ്മളങ്ങനെയല്ല കാരണവന്മാർ വരൂ ആരാത് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പിന്നെയല്ലേ അവർ ലാളിക്കാനും കൊഞ്ചിക്കാനൊക്കെ പോവുള്ളൂ. അല്ല, ആദ്യം നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു ക്രമം അനുസരിച്ച് ശുശ്രൂഷിച്ചു. സൽക്കാരം സമുനു പ്രാപ്യ കഥാഭിരഭിരഞ്ജയൻ യഥാർഹമജപൻ സന്ധ്യാം ഋഷയസ്തേ. നോക്കൂ, ആ മഹർഷിമാരും എന്ത് ചെയ്തു? ഈ വന്ന വിശ്വാമിത്രരുടെ കൂടെ കുളിച്ചു, കണ്ടോ, ജപിച്ചു. എന്നവരും ജപിച്ചു അവരുടെ ജപത്തിന്. യഥാർഹം അജപന് ജപിച്ചു. സന്ധ്യാസമയത്ത് ജപം, സന്ധ്യാവന്തന ക്രിയകളൊക്കെ ജപിച്ച് നല്ലോണം നമസ്കരിച്ചിട്ട് അവർ വേണ്ട മാതിരി കഥാഭിരഭിരഞ്ജയൻ. പല ജാതി കഥകൾ പറഞ്ഞിട്ട് അങ്ങോട്ടും സന്തോഷിച്ചു. വിശ്വാമിത്രർ പല ദേശങ്ങളും കടന്നു വരികയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ വർത്തമാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ അദ്ദേഹം അവിടെ പറയും. ഈ മഹർഷിമാരും പല ദിക്കിലും സഞ്ചാരികളായതുകൊണ്ട് അവരുടെയിലും കഥകൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ വല്ല ദിക്കിലും വല്ല ഹിമാലയത്തിൽ അവിടെ ഇവിടെയൊക്കെ നടന്നു പോവച്ചാൽ ഈ സന്യാസിമാരൊക്കെ ഉണ്ടോ, സഞ്ചാരികൾ, എവിടെയെങ്കിൽ അവരുടെ കൂടെ ഇത്തിരി ഇരുന്നാൽ അവരിങ്ങനെ പല ജാതി കഥകൾ, പല ദിക്കിലത്തെയും കഥകൾ പറയും. നമുക്കൊരു കഥയെ പറയാനുള്ളൂ. ഏത് കഥ? ആ 4 ചുമരിൻ്റെ ഉള്ളിലത്തെ കഥ. ആ കഥ പറഞ്ഞ് കേട്ട് മതിയായിട്ടാണ് ഇപ്പോൾ അവിടുന്ന് പുറത്താക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ അച്ഛാ കണ്ടില്ലേ, അപ്പോൾ 4 ചുമരിൻ്റെ ഉള്ളിൽ കഴിയുന്നവർക്ക് ആ 4 ചുമരിൻ്റെ ഉള്ളിലത്തെ കഥ ഇഷ്ടമുണ്ടാവുള്ളൂ. കുറച്ച് വലിയ ദിക്കിലൊക്കെ അപ്പോൾ സഞ്ചാരം ചെയ്ത് ലോകത്ത് നടക്കുമ്പോഴാണ് ലോകത്തിലെ വിവരങ്ങളും കഥകളും അറിവൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണ്. അപ്പോൾ ആ അറിവുകളാണ് അവർ അങ്ങടും പങ്കുവയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെ ഹിമാലയത്തിലൊക്കെ നമ്മൾ നടക്കാൻ പോയല്ലേ, ചില സന്യാസിമാർ അതെ അങ്ങോട്ട് പോകണ്ട, അവിടെ ഇപ്പോൾ കുന്നിടിഞ്ഞിരിക്കണം, അദ്യയുള്ള വഴിക്ക് അങ്ങോട്ട് അവിടെ. അപ്പോൾ ആ വിവരം എങ്ങനെ കിട്ടി? അവിടെ നിന്ന് മൊബൈൽ ഫോൺ വിളിച്ചാലൊന്നും ആര് കേൾക്കാൻ അവിടെ നിന്ന് സാധനമൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ കൈമാറാനുള്ള വിദ്യകൾ. അപ്പോൾ ഈ പരസ്പരം അങ്ങടും കഥകളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അന്ന് രാത്രി അവരെന്ത് ചെയ്തു? നല്ലോണം ന്യവസൻ സസുഖം തത്ര കാമാശ്രമപദേ തത്. ആ കാമാശ്രമത്തിൽ അവരന്ന് രാത്രി അവിടെ താമസിച്ച് രാത്രിയൊക്കെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് രമയാമാസ ധർമാത്മാ. എന്താ വെച്ചാൽ ഈ കുട്ടികൾ 2 പേര് കൂടെ ഉണ്ടല്ലോ, ഇവരൊക്കെ വലിയ മുതിർന്ന മനുഷ്യന്മാരാണേ, കാരണവന്മാരാണേ. ഈ മഹർഷിമാരെന്നൊക്കെ പറഞ്ഞാൽ 10-12 വയസ്സായ കുട്ടികളൊന്നും അല്ലല്ലോ, കുറച്ച് പ്രായവും ഭാഗതയൊക്കെ ഉള്ള കാരണവന്മാരല്ലേ. അപ്പം അവരുടെ കൂടെ ഇപ്പോൾ ഈ 2 പെട്ടുപോയത്. ഇത് കുട്ടികളെ, ചെറിയ കുട്ടികളെ 10-12 വയസ്സായ കുട്ടികളെ 10, 65, 75 വയസ്സുള്ള കാരണവന്മാരുടെ ഇടപെട്ട് എങ്ങനെ ഉണ്ടാവും? ഒരു ആശയവിനിമയത്തിലൊരു തടസ്സം തോന്നും. കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ ഒരു നിലയല്ല കാരണവന്മാരുടെ നിലയില്ല കുട്ടികളുടെ. ഇത് രണ്ടും കൂടി ഒരു ചേരായവരുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഇങ്ങനെ ഒരു മുഷ്ടിൽ അവർക്ക് തോന്നും. മുഷ്ടിലെച്ചാൽ അവരുടെ ഒരു വ്യവഹാരത്തിന് സൗകര്യമില്ല ആയതുകൊണ്ട്. പക്ഷേ മഹർഷിക്ക് അത് നല്ലോണം നിശ്ചണ്ടേ, ആർക്ക്? വിശ്വാമിത്രരെ. അതുകൊണ്ട് തന്നെ കുട്ടികളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് മഹർഷി എന്ത് ചെയ്തു? രാത്രി കിടക്കണ നേരത്തൊക്കെ കൊണ്ടുവന്ന് അടുത്തിരുത്തിയിട്ട് അഭിരാമൗ നൃപാത്മജൗ രമയാമാസ ധർമാത്മാ കൗശികോ മുനിപുങ്കവനായ മുനിശ്രേഷ്ഠനായ കൗശികൻ എന്തേ ചെയ്തു വെച്ചാൽ നല്ല രസമുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണേ.
ഇപ്പോൾ കൂടെ കളിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ആരെയും കഥ പറഞ്ഞു കൊടുത്താൽ അവർ കേട്ടില്ല. നല്ല നല്ല കഥകൾ. കഥ എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്ത കണ്ട് കാക്കയും പൂച്ചയും തമ്മിലുണ്ടായ കഥ, അങ്ങനത്തെ കഥയല്ല. ഓരോരോ സംഗതികൾ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായതും അനുഭവിച്ചതും കണ്ടതും വരണ വഴിയിലൊക്കെ ഉണ്ടായതുമായ സംഭവങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് വളരെ ചാതുര്യത്തോട് കൂടിയിട്ട് വർണ്ണിച്ചു കൊടുത്തു. അവരെ രാത്രി എന്ത് ചെയ്തു? രമയാമാസ. രമയാമാസ പറഞ്ഞ അർത്ഥം എന്താ? സന്തോഷിപ്പിച്ചു. കുട്ടികൾക്ക് സന്തോഷമായി. അവർ സന്തോഷമായിട്ട് അങ്ങനെ ഗുരുനാഥൻ്റെ കൂടെ കഴിച്ചു കൂട്ടി. അന്ന് രാത്രി അവിടെ കഴിച്ചു. പിറ്റേന്ന് രാവിലെ വെളിച്ചായി. ഇപ്പം ഈ ആശ്രമത്തിൽ, കാമാശ്രമത്തിലാണല്ലോ അന്ന് താമസം. ഇപ്പം എത്ര ദിവസമായി പുറപ്പെട്ടിട്ട്? കൊട്ടാരത്തു നിന്ന് പുറപ്പെട്ടിട്ട് എത്ര ദിവസമായി? നല്ല കാര്യം. ഇതൊക്കെ ഇപ്പം ആരാ കലണ്ടർ നോക്കിയതില്ലേ? എത്ര ദിവസമായി പുറപ്പെട്ടിട്ട്? ഒരു രാത്രി സരയൂ തീരത്ത് കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ രണ്ടാമത്തെ രാത്രിയത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ രാത്രിയത്തെ കഥയാണ് 2 ദിവസമായിട്ടേ ഉള്ളൂ. കണക്കൊന്നും പോകരുത് കേട്ടോ. വാൽമീകി നല്ല കൃത്യക്കാരനാണ്. അതിലൊക്കെ ഡേറ്റൊക്കെ നോക്കണേല്. നമ്മൾ മാത്രമാണ് ഞഞ്ഞ കൊഞ്ഞാന്ന് അങ്ങ് പറ്റില്ല. ആണ് കൃത്യണേ. അതാണ് തതഃ പ്രഭാതേ വിമലേ. പിറ്റേന്ന് വിളിച്ചായപ്പം നല്ലോണം ഈ സരയൂതീരത്ത് കിടന്നുറങ്ങിയിട്ട് വിളിച്ചായപ്പോഴാണ് എണീപ്പിച്ച് വിളിച്ചതൊക്കെ ഓർമ്മയില്ലേ? എന്നപ്പോൾ ഇവിടെ തതഃ പ്രഭാതേ വിമലേ കൃതാന്ഹികമരിന്ദമൗ. പക്ഷെ പിറ്റേന്ന് വിളിച്ചാകുമ്പോൾ കുട്ടികളെ വിളിച്ചോണർത്തേണ്ടതായിട്ട് വന്നില്ല. എന്താ? കൂടെ കൊണ്ടുവന്ന ആദ്യത്തെ ദിവസം എന്ത് വേണ്ടി വന്നുള്ള കൗസല്യ സുപ്രജാരാമ എന്നൊക്കെ പറഞ്ഞ് വിളിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. അതിന് ശേഷം ഒരു ദിവസം പിന്നെ എന്ത് ചെയ്തിട്ടില്ല. അതെന്തായിരിക്കും? ആദ്യത്തെ ഒരു ദിവസം വിളിച്ചോണർത്തിയിട്ടുള്ളൂ. അതും നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ പറഞ്ഞു നോക്കൂ. തതഃ പ്രഭാതേ വിമലേ കൃതാന്ഹികമരിന്ദമൗ. പിറ്റേന്ന് വിളിച്ചായപ്പം കുളിച്ചു സന്ധ്യാവന്തനം കഴിച്ചു. അപ്പം എന്തായാലും ഉണരേണ്ടി വരും. എന്തിന്? ഇതൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ആ ഒരു ഒറ്റ ദിവസത്തെ അഭ്യാസ പരിചയം കൊണ്ട് അവർക്ക് മനസ്സിലായി എന്ത്? വിളിച്ചാൽ നേരത്തെ എണീക്കണമെന്ന്. കണ്ടോ? അപ്പോൾ പഠിപ്പ് കിട്ടിയില്ലേ? ആ പഠിപ്പ് മഹർഷി നന്നായിട്ട് പഠിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന് വിളിച്ചുണർത്തേണ്ടതായിട്ട് വന്നിട്ടില്ലേ? എന്നിട്ട് അവരെന്ത് ചെയ്തു? വിശ്വാമിത്രം പുരസ്കൃത്യ നദ്യാസ്ഥിരമുപാഗതോ. അവരെയും കൂട്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി ആദ്യത്തെ ദിവസം മഹർഷി ആദ്യം കുളിച്ച് സന്ധ്യാവന്തനം കഴിച്ച് വന്നിട്ടാണ് കുട്ടികളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിച്ച് ജപിപ്പിച്ചത്. ഇന്നിപ്പം 3 കൂടി പോയിട്ടാണ് എന്ത് ചെയ്തത്? കണ്ടു? അതല്ലേ പറഞ്ഞത്? വിശ്വാമിത്രം പുരസ്കൃത്യ. ഗുരുനാഥനെ മുമ്പിൽ നടത്തിയിട്ട് കുമാരന്മാർ 2 പേരെന്ത് ചെയ്തു? നദ്യാസ്ഥിരം, ആ പുഴയുടെ കരയിലേക്ക് ചെന്ന് കുളിച്ചു സന്ധ്യാവന്തനൊക്കെ കഴിച്ചു. കുളി സന്ധ്യാവന്തനൊക്കെ കഴിച്ച് മഹർഷിമാരുടെ കൂടെ താമസിച്ച അന്ന് അവിടെ താമസിച്ച അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ്. അവർക്ക് ഇനിയും പോവാണ്ടേ ഈ മഹർഷിക്കും കുട്ടികൾക്കും. അപ്പോൾ അവർ മഹർഷിമാരുടെയൊക്കെ യാത്ര പറഞ്ഞ് എല്ലാവരെയും നമസ്കരിച്ച് കുട്ടികളടക്കം തൊഴുതോളാൻ പറഞ്ഞ് എല്ലാവരെയും തൊഴുത് അവിടുന്ന് യാത്രയും വഴങ്ങി അവർ പോന്നു. എങ്ങടെ പോകുന്നു വെച്ചാൽ ഒരു തോണി വരുത്തി. പുഴ കിടക്കണമല്ലോ. പുഴ കിടക്കാനായിട്ട് തോണി വരുത്തിയിട്ട് മഹർഷിമാർ കൊണ്ടുവന്ന് ഏർപ്പാടാക്കി കൊടുത്ത തോണിയിൽ കയറിയിട്ട് പുഴയുടെ അപ്പുറത്തേക്ക് കിടക്കാൻ ഇവർ തോണിയിലേക്ക് ഇങ്ങോട്ട് കയറി. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ ട്രെയിനിലൊക്കെ കയറി വല്ല ദൂരയാത്രയ്ക്ക് പോകുക വെച്ചാൽ നമ്മുടെ തീവണ്ടിയിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് വന്നവർ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെയാക്കും. അവർ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെയാക്കും. എന്താ അവരെന്താ പറയുക? ഇതൊക്കെ മൈക്കിൽ കൂടി തന്നെ പറയണം. നമ്മളെ കൊണ്ടുപോയി ആക്കാൻ വന്നയാൾ എന്ത് പറയും? വലിയ സന്തോഷത്തോടെ കുറച്ച് ദിവസം നാട്ടിൽ സമാധാനം ഉണ്ടാവില്ലോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് പറയും? നമ്മൾ 10-15 ദിവസം കണ്ടില്ലേ വരുള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് അവരൊരു ആശംസ പറയും. എന്താ പറയുക? പറയൂ, ഹാപ്പി ജേണി എന്നാണ്. സന്തോഷമാവട്ടെ യാത്ര എന്നല്ലേ പറയുക. നമ്മുടെ യാത്രയൊക്കെ കലശലം കഷ്ടമാണ്. എന്നാലും പറഞ്ഞ് അങ്ങനെ ഒരു ആശംസ പറയില്ലേ? നമ്മളങ്ങനെയല്ലേ? ആരെങ്കിലും നന്നാവ യാത്ര, കേമാവട്ടെ, ശുഭയാത്ര എന്നൊക്കെ പറയില്ലേ? പതിവില്ലേ? ഇവിടെ മഹർഷിമാർ ഈ കുട്ടികൾ തോണിയിലേക്ക് കയറിയിട്ട് അപ്പുറത്തേക്ക് കിടക്കുമ്പം ഒരാശംസ പറഞ്ഞു. എന്താ ആശംസ പറഞ്ഞതെന്നറിയോ? അതല്ലേ പറഞ്ഞത്? നോക്കൂ. ആരോഹതു ഭവാൻ നാവം രാജപുത്രം. ഇതൊക്കെ രാജപുത്ര പുരസ്കൃത ഭവാൻ. ഈ ഭവാൻ എന്ന് തോണി ആരോഹതു ഭവാൻ എന്ന് പറഞ്ഞാൽ അങ്ങ് തോണിയിലേക്ക് കയറൂ. ആരോടാ പറഞ്ഞത്? വിശ്വാമിത്രരോടാണ് ബഹുമാനത്തോടെ പറഞ്ഞത്. എന്നിട്ട് കുട്ടികളോട് കൂടിയിട്ട് കയറിക്കോളൂ പറഞ്ഞു. അങ്ങനെ കുട്ടികളും കയറി. മഹർഷി ആദ്യം കയറി, കുട്ടികൾ പിന്നെ കയറി. എന്നിട്ട് കയറി ഇരിക്കുന്നവരോട് കൈ പൊക്കിയിട്ട് മഹർഷിമാർ ആശംസ പറഞ്ഞു. എന്താവട്ടെ യാത്ര? നമ്മളെ എന്താ പറയുക? യാത്ര ശുഭയാത്ര, നന്നാവട്ടെ എന്നല്ലേ പറയേണ്ടത്. പക്ഷേ മഹർഷിമാരെന്താ പറഞ്ഞെന്നറിയൂ? അരിഷ്ടം ഗച്ഛബന്ധാനം. ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. ഇതിപ്പോൾ രാമായണത്തിൽ ഇരുന്നുണ്ട് പറയാ യാത്ര. അരിഷ്ടം ഗച്ഛബന്ധാനം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കേൾക്കണമെന്നൊന്നും മനസ്സിലാവില്ലേ? സംസ്കൃതം ആയതുകൊണ്ട് ഇഷ്ടാവുകയും ചെയ്യും. എന്തോ കാര്യമായി ഇത് പറഞ്ഞു എന്നൊരു തോന്നലുണ്ടാവുകൊണ്ട് സന്തോഷമായിട്ട് പോയിക്കോളും. അർത്ഥം ചിന്തിച്ചാലല്ലേ വിഷമമുള്ളൂ. അത് പാർക്കാ ഇഷ്ടമുള്ളത്. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ആരും അർത്ഥമൊന്നും നിശ്ചയില്ലാതെ ഓരോന്ന് കേൾക്കൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കും. ഇവിടെ പറഞ്ഞത് അരിഷ്ടം ഗച്ഛ പന്ഥാനം. അരിഷ്ടം പന്ഥാനം ഗച്ഛ. കഷ്ടം ദുരിതമുള്ള വഴി കൂടി പൊയ്ക്കോളൂ.
കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് പോയിക്കോളൂ എന്ന് അനുഗ്രഹിച്ചത്. എങ്ങനെയുണ്ട്? അത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അരിഷ്ടം ഗച്ഛ ബന്ധാനം മാഭൂൽ കാലസ്യ പര്യയ. നേരം കളയണ്ട, വേഗം പോയിക്കോളൂ എന്നും എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? കാര്യമുണ്ട്, കാണാൻ നമുക്ക്. അതൊക്കെ കേട്ട വിശ്വാമിത്രർ ഇത് കേട്ടപ്പം ചോദിച്ചു, എന്താ മഹർഷിമാരെ ജാതിയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊന്നും ആര് ചോദിച്ചില്ല. വിശ്വാമിത്രർ ചോദിച്ചില്ല. നിങ്ങൾ കഷ്ടമുള്ള വഴി കൂടി ദുരിതമുള്ള വഴി കൂടി പോയിക്കോളൂ എന്ന ആശംസ മഹർഷിമാർ പറഞ്ഞത് കേട്ടപ്പം വിശ്വാമിത്രർ പറഞ്ഞത് വിശ്വാമിത്രസ്തഥേത്യുക്തുവ. എന്താ പറഞ്ഞത്? വിശ്വാമിത്രൻ എന്താ പറഞ്ഞത്? അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. എന്ത്? നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഷ്ടമുള്ള വഴി കൂടി പൊക്കോളാം ഞങ്ങൾ. മഹർഷി കേമനാണ്, അദ്ദേഹത്തിന് രൂപമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ. ശരി, അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞാൽ മഹർഷിമാരെ നല്ലോണം ബഹുമാനിച്ച് തൊഴുതിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? തതാര പറഞ്ഞാൽ തരണം ചെയ്തു. പുഴ കടന്നു, തോണിയിൽ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് പോന്നു. അവരെന്ത് ചെയ്തു? സരിതം സാഗരം ഗമാം, സമുദ്രത്തേക്ക് ഒഴുകണ പുഴയാണ്. ആ പുഴയുടെ അപ്പുറത്തേക്ക് കടന്ന് അവർ പോന്നു എന്നാ പറയുക. അപ്പം അവരിങ്ങനെ പോരുന്ന സമയത്ത് പുഴ കടന്ന് ഏത് പുഴയാണ് കടന്നത്? സരയൂ കടന്ന് പോരുമ്പം അവർ ശബ്ദം കേട്ടു. വലിയ വലിയ മുഴങ്ങണ ടുപിടും ടുപിടും എന്നുള്ള ശബ്ദം ഇങ്ങനെ കേട്ടു, മുഴങ്ങണ ശബ്ദം. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, ഗുരുനാഥ അതെന്താ അത്? ഈ കുട്ടികൾ എന്ത് കണ്ടാലും അതെന്താ കണ്ടില്ലേ? ചെറിയ കുട്ടികൾ, ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് നമ്മൾ നടക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കില്ല. എന്താ കാരണം? മറ്റുള്ള കയ്യിൽ മൊബൈൽ ഫോൺ ആവും. അതുകൊണ്ട് ഇങ്ങനെ മാന്തിയിട്ട് അവറ്റൊന്നും ചോദിക്കില്ല. ആകെ ചോദിക്കുക വല്ല വിശക്കണ സമയത്തേ ചോദിക്കുള്ളൂ. ഈ പണ്ട് ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കൂടെ ഒരു 5-10 വയസ്സുള്ള കുട്ടികളുടെ കയ്യും പിടിച്ച് പൂ വെച്ച് ചോദിക്കും, അച്ഛാ അതെന്താച്ചാ അത് കാക്ക, അച്ഛാ അതെന്താച്ചാ അത് കുയിൽ, അതെന്താച്ചാ അത് അമ്മുട്ടിയമ്മ, അതെന്താച്ചാ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. ആരെ കണ്ടാലും അതാരാച്ചാ, അച്ഛൻ തന്നെ അറിയില്ല ആരാണെന്ന്. കുട്ടികളുണ്ടല്ലോ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ചില അച്ഛന്മാരാണെങ്കിലോ, ഇനി മേലാൽ എൻ്റെ കൂടെ വന്നാൽ അമ്മോട് അപ്പളെ ഞാൻ പറഞ്ഞതാ പോരണ്ടത് ഇത് സ്വൈരം തരില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ മഹർഷി നോക്കൂ, ഇതെന്താ എന്ന് ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം വളരെ സൗമ്യമായ ഭാവത്തിലൊരു മുഷ്ടിലില്ലാതെ അതെന്താ ചേട്ടോ ഉണ്ണിയോളെ അത് കണ്ടു പറഞ്ഞു കൊടുക്കണം. അപ്പം ആ മഹർഷിയുടെ ഒരു ഭാവവും ഒരു പ്രത്യേകതയും ആ കുട്ടികളോട് മുഷിയാതെ, കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യം കണ്ടില്ലേ, പറഞ്ഞു കൊടുക്കണവരോട് ഇല്ലെങ്കിൽ ആര് ചോദിക്കുള്ളൂ? ചോദിക്കണം. അല്ലാത്തവരോട് എന്ത് ചോദിക്കും? ചോദിക്കണം എന്ത്? അതിങ്ങനെ ചെപ്പോടെ കരി പിടിച്ച മാതിരി എവിടെയെങ്കിലും ഉണ്ടാവും? ചോദിക്കാൻ തോന്നുമോ? ഇങ്ങനെ മുടി കെട്ടി തൂങ്ങിയിരിക്കണ മാതിരി ഇരുന്നാൽ ഒന്നും തോന്നില്ല. നല്ല പ്രസന്നമായ ഭാവത്തിൽ അടുത്തേക്ക് ചെല്ലാനും ചോദിക്കാനൊക്കെ തോന്നണ്ടേ? അതുകൊണ്ട് ചോദിച്ചു, സന്തോഷമായിട്ട്. അപ്പം ഇവരെ ഈ പുഴ കടന്നിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ബഹളം കേട്ടത്. ചോദിച്ചു, മധ്യമാഗമ്യ, ഈ പുഴയുടെ തോണി കിടക്കുന്ന സമയത്ത് പുഴയുടെ അടുത്ത് നടുക്കെത്തിയപ്പോഴാണ് തോയസ്യ സഹ, ആ വെള്ളത്തിൻ്റെ കൂടെ ഒരു വല്ലാത്തൊരു തള്ളിച്ചിയും വെള്ളം ഇങ്ങനെ തള്ളിപ്പൊങ്ങി വരണതും അതിൻ്റെ കൂടെ ഒരു ബഹളം വെച്ചാൽ ഒരു മുഴങ്ങണ ശബ്ദം. എന്താ അതെന്ന് ചോദിച്ച സമയത്ത് അപ്പം മഹർഷി പറഞ്ഞു, അതെന്താന്ന് വെച്ചിട്ടുണ്ടോ, ഈ നമ്മുടെ ഇപ്പം ഇതുണ്ടല്ലോ, അതായത് ഈ സരയൂ നദി പോയിട്ട്, സരയൂ നദി എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? കൈലാസത്തിൻ്റെ സമീപത്ത് മാനസ സരസ് എന്ന് പറഞ്ഞൊരു തടാകമുണ്ട്. മാനസ സരസ് എന്ന് കേട്ടില്ലേ? മാനസ സരോവരം. അവിടെ നിന്നാണ് ആര് പുറപ്പെടുന്നത്? സരയൂ. ഈ സരയൂ പുറപ്പെടുന്ന സരി എന്ത് ചെയ്യും? അത് ഗംഗാ നദിയുടെ കൂടെ അടിയിൽ കൂടെ വന്ന് പരസ്പരം സംഗമം ചെയ്യും. ആ സംഗമം ചെയ്യുന്ന സമയത്ത് ഈ അടിയൊഴുക്ക് തമ്മിൽ കൂട്ടിമുട്ടണതിൻ്റെ തള്ളിച്ച ശബ്ദമാണ് ആ കേൾക്കണത് എന്ന് ആര് പറഞ്ഞു? ഈ വിശ്വാമിത്രർ നല്ല വിവരമുള്ള ആളാണ്. അദ്ദേഹം നല്ലോണം ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ പഠിച്ചുള്ള ആളാണ്. കണ്ടില്ലേ, ഭൂമിശാസ്ത്രമല്ലേ പറഞ്ഞു കൊടുക്കണത്? വെള്ളം എന്താ ശബ്ദം ഉണ്ടാവുന്നത്, എന്താ തള്ളിപ്പൊങ്ങി വരണത്. അല്ലാതെ കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചില്ല. അത് ഭൂതാണ് മക്കളെ, പ്രേതാണ്, യക്ഷിയാണ്, ഗന്ധർവനാണെന്നൊന്നും പറഞ്ഞ് പഠിപ്പിച്ചുവോ? കണ്ടോ? ആ കുട്ടികൾക്കൊക്കെ നമ്മൾ സത്യം പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവരണം. അപ്പുറത്തെ വാഴയുടെ തണ്ട ഉണങ്ങി കിടക്കുന്നത് കണ്ടിട്ട് രാത്രി സന്ധ്യാസമയത്ത് അമ്മേ കള്ളൻ അമ്മേ ഭൂതം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അമ്മ അതിലേറെ നിലവിളിക്കുക പതിവ്. എന്ത്? അങ്ങനെയല്ല വേണ്ടത്. ഒരു വിളക്ക് കൊണ്ടുവന്ന് ടോർച്ച് കൊണ്ടുവന്ന് അടിച്ച് കാണിച്ചു കൊടുക്കുക. ഉണ്ണി കള്ളനല്ല, ഭൂതമല്ല, പ്രേതമല്ല, പിശാചല്ല, യക്ഷിയല്ല, ഗന്ധർവനല്ല, അത് വാഴയുടെ തണ്ട ഉണങ്ങി കിടക്കുക. അപ്പോൾ കുട്ടി അത്രയേ ഉള്ളൂ. ഇനി കുട്ടിക്ക് എവിടെ എന്ത് കാണുമ്പോഴെന്ന പണ്ടത്തെ മാതിരി വാഴയുടെ തണ്ടാവുന്നൊരു തോന്നൽ, അത് ഒരു സത്യത്തിനോടും യാഥാർത്ഥ്യത്തിനോടും ഒക്കെ ഒരു ഭാവം വരും. മായാലോകം അന്തല്യായിയൊക്കെ ഇങ്ങോട്ട് പോയി കിട്ടും.
ഒരു ശരിയായ ചിന്തയും വരും, പ്രാപ്തിയൊക്കെ വരും. അങ്ങനെ വേണം. കുട്ടികളെ ഒന്നും പേടിപ്പിച്ചിട്ടൊന്നും വളർത്തരുത്. കുട്ടിക്കാലത്ത് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ അങ്ങനെ കണ്ടല്ലോ പേടിപ്പിക്കുകയും ചെയ്യുക നമ്മൾ. എന്താ വെച്ചാൽ ഇതിങ്ങനെ മകൻ ഇങ്ങനെ നിലവിളിക്കുക, ഓ അതിങ്ങനെ പല ജാതി ചെയ്തു നോക്കി. അപ്പം കൊടുത്തു, അപ്പോൾ ഒന്നും കൂടി കൂടി. എന്ത് അട കൊടുത്തപ്പോൾ ഇരട്ടിയായി, പഴം കൊടുത്തപ്പോഴോ മുക്കാലും കൂടി കൂടിയതിന്. എന്ത് നിലവിളി. ഒന്നിനൊരു സൗകര്യമില്ല, ഒരു പണിയെടുക്കാൻ പറ്റണില്ല. ഒടുക്ക അമ്മ പറഞ്ഞു, ഇനി നിലവിളിച്ച പിടിച്ച ആ സ്വാമിക്ക് അങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് ഇപ്പം 36 വയസ്സ്. അപ്പോൾ അമ്മയുടെ സാരിയുടെ അപ്പുറത്ത് നിൽക്കുക എന്നല്ലാതെ മുമ്പിക്ക് വരില്ല. ഏതോ ഒരു സ്വാമിയാർ പോകുമ്പോൾ അത് ആ സ്വാമിയാരെങ്കിൽ വയൽ വരലിട്ടാ കടിക്കാത്ത സ്വാമി അയാളുടെ കയ്യിലെ പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്. ആർക്ക്? അതിന് മനസ്സിലായി. അപ്പം അതിന് പേടിപ്പിച്ചു. പിന്നെ അതിന് സ്വാമി എന്നല്ല, ഏത് ഇങ്ങനത്തെ വലിയ മഹാത്മാക്കളെ കണ്ടാലും അപ്പോൾ തോന്നും കുട്ടികളെപ്പെടുത്തക്കാരൻ തോന്നില്ല. അങ്ങനെയല്ലേ നമ്മൾ സ്വാമിയാരന്മാരെയൊക്കെ കുട്ടികളെപ്പെടുത്തക്കാരൻ എന്നല്ലേ പഠിപ്പിക്കുക. നമ്മുടെ നാട് നശിപ്പിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്, അല്ലാതെ അന്യന്മാരൊന്നുമല്ല. നമ്മുടെ സമ്പ്രദായങ്ങളോട് ബഹുമാനം ഇല്ലാണ്ട് ആക്കണതും, നമ്മുടെ സമ്പ്രദായങ്ങളെ നിന്ദിക്കണതും പരിഹസിക്കണതും പുച്ഛിക്കണതും അപമാനിക്കണതും കുറച്ച് കാണിക്കണതും വിലയില്ലാണ്ട് ആക്കണതും ഒക്കെ നമ്മൾ തന്നെയാണ്. അതൊക്കെ സൂക്ഷിച്ചാൽ നന്ന്. ഇല്ലെങ്കിൽ വെറുതെ വേണ്ടാത്തത് പറഞ്ഞ് തൽക്കാലത്തെ ഒരു സൗകര്യത്തിനാണ് ഇപ്പം എന്ത് ചെയ്തത്, ഈ പണി ചെയ്തത്. പക്ഷെ 36 കൊല്ലമായിട്ട് ഇപ്പം നല്ല സൗകര്യം. അതുകൊണ്ട് എന്തിനതാണ് പെണ്ണെല്ലാം ഡേറ്റ് തീർന്നില്ലേ? ആ ചില അമ്മമാരൊക്കെ വന്നിട്ട് പറയും, തിരുമേനി ഇതിനൊന്ന് ജപിച്ചു തരണം. അയ്യോ എന്താ വല്യമ്മേ അതിന് വല്ലാത്ത വികൃതി. എന്നിട്ട് നമ്മളെന്തെങ്കിലും ജപിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തിരുമേനി ഇതിന് എന്തെങ്കിലും ഒന്ന് തരണത് പൊട്ടൻ്റെ മാതിരി. നമുക്ക് വേറെ പണിയൊന്നുമില്ല. എന്ത് ആദ്യം വികൃതി പോകാനൊരു ജപം, പൊട്ടനാക്കാൻ, പിന്നെ പൊട്ടൻ്റെ മാറിയിട്ട് ആദ്യത്തെ മാതിരി ആക്കാൻ. ഇത് സ്വിച്ച് ഇടുമ്പോൾ എന്താ അത് യന്ത്രമല്ലേ ഇത്? എന്ത് കുട്ടികൾക്ക് വികൃതി ഉണ്ട്. ഒരാട്ട് 85 വയസ്സായി നമ്മൾ ഇനി എന്ത് വികൃതി കാണിക്കാനാ? നമുക്ക് വല്ല വികൃതിയും കാണിക്കാൻ പറ്റുമോ? കുട്ടികളാകുമ്പോഴല്ലേ അതൊക്കെ കാണിക്കുക. കാണിക്കട്ടെ. പരിക്ക ഇല്ലാണ്ട്, നാടിന് ദോഷമില്ലാണ്ട്, അവനവനും ദോഷമില്ലാണ്ട്, അവന ജാതി വികൃതികളൊക്കെ കുട്ടികൾ കാണിച്ചോട്ടെ. ആ പ്രായത്തിൽ ഇതൊക്കെ കാണിക്കാണ്ട് പിന്നെ ആരാ വന്നത്? അത് ഓരോ കാലത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അത് അപ്പോൾ കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ അത് പറ്റില്ല. അപ്പം നമുക്കത് അനങ്ങാണ്ട ബൊമ്മ പോലെ നിൽക്കണം. പിന്നെ ഇത് ബൊമ്മയാകുമ്പോഴോ പോരേ ഇനി. അപ്പോൾ പോരാ. അപ്പോൾ ജപിച്ച് കൊടുക്കേണ്ടത് കുട്ടിക്കല്ല, ഈ വന്ന തള്ളയ്ക്കോ തന്തയ്ക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. എന്താ കാരണം? അത് നേരെയായാൽ മതിയേ. ശരിയല്ലേ ഇത്? അപ്പം മനോഭാവമാണ് മാറ്റേണ്ടത്, അല്ലാതെ കുട്ടികളിൽ നിന്നല്ല നമ്മൾ നേരെയാക്കേണ്ടത്. നമ്മൾ നേരെയായാൽ തന്നെ എന്ത് നേരെയാവും? കുറേയൊക്കെ നമ്മൾ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്നൊരു രൂപം നേരെ നമ്മുടെ കയ്യിലുണ്ട് വെച്ചാൽ പിന്നെ അതിനെ നമ്മൾ പ്രത്യേകം നേരെയാക്കണം. അതിങ്ങനെ ഒരു എന്താ പറയുക, കളിമണ്ണ് പോലെയാണ്. കളിമണ്ണ് നമ്മളെങ്ങനെയാണ് നേരെയാക്കണമെന്ന് വെച്ചാൽ അങ്ങനെയായിട്ട് അതിരിക്കുക. അത് കളിമണ്ണിന് അങ്ങനെ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. രൂപപ്പെടുത്തേണ്ടവരാണ് ആര്? മുതിർന്നവരാണ് രൂപപ്പെടുത്തേണ്ടത്. നമ്മൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ടിടക്കുള്ളൂ സത്യം പറയിപ്പിക്കാനും നന്മ ചെയ്യിക്കാനും ഒക്കെ ആയിട്ട്. എന്നിട്ട് നോണ പറഞ്ഞ് പഠിച്ചത് എങ്ങനെയത്? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ശരിയല്ലേ ഇത്? അമേരിക്കയിൽ നിന്ന് ആരോ വന്ന് പഠിപ്പിച്ചതല്ലേ നോണ പറയാൻ? അല്ലേ? ശരിയോ തെറ്റോ? അപ്പം അവർക്ക് മനസ്സിലാവില്ലേ, കൂടുതലൊന്നും വിസ്തരിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഈ കൈലാസത്തിൽ നിന്ന് പുറപ്പെടണേ നമ്മുടെ ഈ സരയു, കൈലാസം വെച്ചാൽ ഈ മാനസ സരസിൽ നിന്ന് പുറപ്പെടണ സരയു ഗംഗയായിട്ട് ചേർന്ന് കൂടുമ്പോൾ ഉണ്ടാവണേ ആ ഒരു ശബ്ദമാണ് ആ കേൾക്കണതെന്നൊക്കെ പറഞ്ഞു. അത് പേടിക്കണ്ട, പോന്നോളൂ. അപ്പം പിന്നെ അവരിങ്ങനെ പോന്നു. കാട്ടിക്കെത്തി. നല്ല കാട്, ഒന്നാന്തരം കാട്. കാട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശബ്ദം ഇങ്ങനെ കേൾക്കാണ്ട. എന്തിൻ്റെയെന്നറിയാം? പ്രാണികൾ. അഹോ വനമിതം ദുർഗം ജല്ലികാ ഗണനാതീതം. ചെല്ലികാകണം എന്നൊക്കെ പറഞ്ഞ് ചീവീടില്ലേ, ചീവീട്, കിരികിര എന്ന് പറഞ്ഞൊരു പ്രാണി. ആ ജാതി കുറേ ഉണ്ട്. അപ്പോൾ ഇവറ്റോളെല്ലാം കൂടി ഇങ്ങോട്ട് ഈ ഇത് തുറന്നിട്ട് എങ്ങനെ ഉണ്ടാവും? അവരുടെ മെഷീൻ ഒന്ന് തന്നെ നമ്മുടെ വടക്കേ പറമ്പിലെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കിരികിര എന്നൊക്കെ പറഞ്ഞിട്ട് ചെകിടൊക്കെ എങ്ങനെ വല്ലാത്ത ജാതി ശബ്ദം. അതിന് സാധനം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ശബ്ദം പോലെ. അപ്പം ഭൈരവൈ ശ്വാപതൈ പൂർണ്ണം ശകുന്തൈർ ദാരുണാരവൈ. പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്, നല്ല ജാതിയും ഹിംസ്ര ജന്തുക്കളൊക്കെ ഉള്ള കാടാണ്. ആ കാടിൽ സിംഹവ്യാഘ്രവരാഹൈശ്ച വാരണൈശ്ചോപശോഭിതം. സിംഹം ച സിംഹം തന്നെ. വ്യാഘ്രം കടുവ. വ്യാഘ്രം എന്ന കടുവയാണ്. സിംഹ വ്യാഘ്ര വരാഹം. വരാഹോ പന്നി. അതിപ്പോൾ കാട്ടിലല്ല, നാട്ടിലുണ്ട്. ഹരാഹൈശ്ച. അങ്ങനെ പല ജാതി ജന്തുക്കളൊക്കെ ഉണ്ട്. ഒന്നും പറയണ്ട. എല്ലാ ജീവജാലങ്ങളും കൊടുങ്കാട് തന്നെയാണെന്ന് അർത്ഥം. ഹിംസ്ര അല്ലാതെ നമ്മുടെ കുറ്റിക്കാടും മറ്റേ വടക്കേ മുറ്റത്തെ മറ്റേ കമ്മ്യൂണിസ്റ്റ് പച്ചക്കാടല്ലത്. എന്താ അത്? നിറയെ ഹിംസ്ര ജന്തുക്കളൊക്കെ ഉള്ള കൊടുങ്കാട്. ആ കാട്ടിക്ക് അങ്ങോട്ട് കയറിയിട്ട് അപ്പോൾ ഒന്നും പറയണ്ട. അപ്പോഴാണ് ചോദിച്ചു, ഈ ഉണ്ണികൾ ചോദിച്ചു, ഗുരുനാഥ എന്ത് ഇതേതാ കാട്? ഇപ്പം നമ്മൾ കണ്ടല്ലോ, ഇത് ഏതാ കാടാ ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ശ്രൂയതാം വത്സ. ഉണ്ണിയെ കേട്ടോളൂ, പറയാം. എന്ത് ചോദിച്ചാലും ആര് തയ്യാറാണ് പറയാൻ? എന്താല്ലേ അങ്ങനത്തെയൊക്കെ ഗുരുനാഥന്മാർ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താവുമായിരുന്നു ഇല്ലേ?
അങ്ങനെയല്ലേ? ചോദിക്കണതൊക്കെ പറഞ്ഞു തരാൻ ആളടിച്ച് എന്തൊരു സൗകര്യം അത്. ഇത് നമ്മളാരുടെയും ചോദിച്ചാൽ അയാൾ മുക്കി മൂളി വരുമ്പോഴേക്കിനെ നമുക്ക് പ്രായമാവും. ഉന്തി തള്ളി വരുമ്പോൾ ഒന്നും ഒരു നേരെയാവൂല്ല. ശരിയല്ലേ ഇത്? പിന്നെ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ ചിലരെന്ത് ചെയ്യും? അവർ കുറേ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയും. പിന്നെ നമുക്ക് വടക്കോട്ടോ പോകേണ്ടത് തെക്കോട്ടോ പോകേണ്ടത് നിശ്ചലമാണ്. നമ്മളവിടെ കിടന്ന് ഇങ്ങനെ അന്തല്ലാണ്ട വട്ടം ചുറ്റി കളിക്കും, ഒരു രൂപല്ലാണ്ടാക്കി വിടും. അങ്ങനെയല്ല മഹർഷി. നല്ല ഗുരുനാഥന്മാരെങ്ങനെയായിരിക്കണം എന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വളച്ചുകെട്ടും മറച്ചുകെട്ടില്ലുള്ളതുള്ള മാതിരി അങ്ങോട്ട് പറഞ്ഞു. അത്രയേ വേണ്ടു. വളരെ എളുപ്പമാണേ. ഈ വളച്ചു കെട്ടാനാ ബുദ്ധിമുട്ട്. പക്ഷെ അതാണ് എല്ലാവരും ചെയ്യുക. ഈ മഹർഷി പറഞ്ഞു, ശ്രൂയതാം വത്സ, ഉണ്ണി കേട്ടോളൂ പറയാം. കാകുൽസ്ഥ യസ്യൈതദ്ദാരുണം വനം. ഏതാ ഈ കൊടുങ്കാട് എന്ന് ഞാൻ. ദാരുണം വനം എന്ന് പറഞ്ഞാൽ ഭീകരക്കാട്. ഭീകരക്കാട് പേടിപ്പിക്കണ കാടാണ്. ആ കാടിൻ്റെ കഥ ഞാൻ പറയാം. പണ്ട് ഇവിടെ ഇത് പണ്ട് കാടാറുന്നില്ല കുട്ടിയെ. ഇത് പണ്ട് 2 ജനസ്ഥാനങ്ങളായിരുന്നു. ജനപദം. ജനപദം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജനങ്ങളൊക്കെ താമസിക്കണേ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളാണ് ജനപദങ്ങൾ എന്ന് പറയുക. പണ്ടേ ഇത് ഏതോ ജനപദോ സ്ഫീതോ പൂർവമാസ്താം നരോത്തമ. ഉണ്ണി, ഇത് പണ്ട് നല്ലോണം ആൾക്കാർ തിങ്ങി താമസിച്ചേർന്ന, ഒറ്റയ്ക്കൊന്നല്ല, നല്ലോണം ആളുകൾ തിങ്ങി നല്ലോണം ധാരാളം പേര് താമസിച്ചേർന്ന വലിയൊരു ജനസാന്ദ്രത കൂടിയ സ്ഥലമായിരുന്നേ. അങ്ങനെ ഒരു വലിയ സ്ഥലം. മലദാശ്ച കരൂഷാശ്ച ദേവനിർമ്മാണ നിർമ്മിതൗ. മലദം കരൂഷം എന്ന് പറഞ്ഞ 2 വിശിഷ്ട ദേശങ്ങളായിരുന്നു ഇത്. ഈ മലദം കരൂഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ മലദം കരൂഷം എന്ന് പറഞ്ഞ ദേശം ഉണ്ടായി എന്നറിയൂ? അത് പണ്ട് ഇന്ദ്രൻ വൃത്രനെ വധിച്ചില്ലേ? ഈ വൃത്രനെ വധിച്ച സമയത്തുണ്ടായ ബ്രഹ്മഹത്യ ഉണ്ടായി ഈ ഇന്ദ്രന്. ഈ ബ്രഹ്മഹത്യ മഹർഷിമാർ അശ്വമേധം കഴിച്ച് ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യ തീർത്തിട്ട് ഈ ബ്രഹ്മഹത്യ പാപം അഴുക്കായിട്ട് ദേവേന്ദ്രൻ്റെ ദേഹത്തിരിക്കണതിന് മഹർഷിമാർ ഇങ്ങനെ ആനയെ തേക്കണ മാതിരി തേച്ചങ്ങോട്ട് കുളിപ്പിച്ചു. ആരെയും? ഇന്ദ്രൻ. അങ്ങനെ ഇന്ദ്രൻ്റെ ദേഹത്തെ അഴുക്ക് വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് എന്തുണ്ടായത്? ഈ മലദം. മലം വെച്ചാൽ ചളി, മലദം വെച്ചാൽ മലദം കരൂഷം. ഇങ്ങനെയാണ് ഈ ദേശം ഉണ്ടായത്, മലദ കരൂഷ ദേശങ്ങൾ. അത് പിന്നെ ഭൂമിയിൽ വളരെ ഫലഭൂയിഷ്ഠമായ ദേശമായിട്ട് തീർന്നു. ധാരാളം ആളുകളൊക്കെ വന്ന് താമസിച്ചു. അങ്ങനെ ഇരിക്കണ കാലത്ത് കുറേ കാലം വലിയ നാടായിട്ട് നാട്ടിൻപുറമായിട്ട് കഴിച്ചു കൂട്ടിയതാണ് എന്താ ഈ 2 സ്ഥലങ്ങളും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ സമയത്ത് അക്കാലത്ത് എന്താ ഉണ്ടായി ചോദിച്ചാൽ ഇതിനൊരു വലിയ വിഷമം ഉണ്ടായി. എന്താ വിഷമം ഉണ്ടായി എന്നാണെങ്കിൽ, അക്കാലത്ത് കാലം കുറേ കഴിഞ്ഞപ്പം അന്നെന്തുണ്ടായെന്നാണെങ്കിൽ ഒരു യക്ഷി ഉണ്ടായിരുന്നു അവിടെ. യക്ഷി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യക്ഷിയല്ല, പാലക്കൊമ്പത്തെ യക്ഷിയല്ല, കരിമ്പനയമത്തെ യക്ഷിയല്ല. ഇത് യക്ഷി പറഞ്ഞാൽ യക്ഷസ്ത്രീ. അതായത് യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, കിംപുരുഷന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ എന്നൊക്കെ പറഞ്ഞ് ദേവവിഭാഗക്കാരാണ്. ദേവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതിൽ ഗന്ധർവൻ്റെ ഭാര്യ ഗന്ധർവ സ്ത്രീ, യക്ഷൻ്റെ ഭാര്യ യക്ഷി, കിന്നരൻ്റേത് കിന്നരി, കിംപുരുഷൻ്റേത് കിംപുരുഷ സ്ത്രീ, ദേവൻ്റേത് ദേവി. ഇവരുടെയൊക്കെ സ്ത്രീകൾക്ക് പറയുന്ന പേരാണത്. അതിൽ ഈ ഇപ്പം പറയണ യക്ഷ സമ്പ്രദായത്തിലുള്ള ദേവയോനിയിൽ പെട്ടുള്ള യക്ഷ സമ്പ്രദായക്കാരുടെ സ്ത്രീകളാണ് എന്ത് പറയുക? യക്ഷി. നമ്മുടെ നാട്ടിലത്തെ യക്ഷിയല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ യക്ഷിച്ച എന്താ? ഇനിയിപ്പോൾ അതും പറയണം. മുട്ടോളം. അത് നിർബന്ധമാണ്. അത് മറ്റേ ക്രോപ്പ് ചെയ്തിട്ടൊന്നും ആരില്ല, യക്ഷിയില്ല. മുട്ടോളം മുടി. പിന്നെ അപ്പം ആരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വരണ ഒഴിക്കെ ഇല്ലേ? വെള്ള വസ്ത്രം, സാരിയൊക്കെ ചുറ്റി. പിന്നെ എന്താ? എന്നിട്ട് പല്ലില്ലേ? പല്ലൊക്കെ ഉണ്ടാവും. പല്ലില്ലേ എന്ന് സംശയം ഉണ്ടെന്ന്. പല്ലൊക്കെ ഉണ്ടാവും. എന്നിട്ട് യക്ഷി ഇങ്ങനെ വരും. അപ്പോൾ രാത്രിയും സന്ധ്യയ്ക്കും പാതിരയ്ക്കൊക്കെ നടന്നു പോണവരുടെ അടുത്തേക്ക് ആര് ചെല്ലും? യക്ഷി ഇങ്ങനെ സുന്ദരിയായിട്ട് ചെല്ലും. ചെന്നിട്ട് മുറുക്കാൻ ചോദിക്കും. ബീഡി ചോദിക്കില്ലിട്ട് മുറുക്കാനാ ചോദിക്കുക. മുറുക്കാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കേട്ടിട്ടില്ലേ? ചുണ്ണാമ്പ ചോദിക്കുക ആദ്യം. ചുണ്ണാമ്പ് ചോദിക്കുമ്പോൾ ചുണ്ണാമ്പ് എടുക്കാൻ പുറപ്പെടുമ്പോഴേക്ക് യക്ഷി പിടിക്കും. എന്നിട്ട് രക്തം കുടിക്കും. എന്നിട്ട് കൊൽപ്പിന് പിറ്റേന്ന് വിളിച്ചാകുമ്പോൾ നോക്കുമ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? പല്ലും എല്ലും മുടിയും. ഇതൊന്നും യക്ഷിക്ക് ദഹിക്കില്ല. അങ്ങനെ ഒരു ദഹനക്കാരുള്ളതുകൊണ്ട് അത് മാത്രം ആര് തിന്നില്ല. ഇങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? യക്ഷി പറഞ്ഞു കേട്ടതൊക്കെ ഇങ്ങനെയല്ലേ? അങ്ങനെയാണ് യക്ഷിയുടെ കഥ. അത് പാലയുടെ കൊമ്പത്തും രാത്രിയൊക്കെയാണ്, പാലയുടെ കൊമ്പത്തൊക്കെയാണ് യക്ഷി താമസിക്കുക. പിന്നെ കരിമ്പന. ഇത് 2 ഇഷ്ടപ്പെട്ട 2 സ്ഥലം. വേറെ മരങ്ങളൊന്നും വലിയ പിടുത്തല്ല. എന്താണെന്നറിയില്ല, കൊമ്പിനൊന്നും ശാഖയ്ക്കൊന്നും ഉറപ്പില്ലാത്തതുണ്ടാവും. നാട്ടുമാവൊന്നും ആരെടുക്കില്ല. ചില്ലക്കൊക്കെ ഉറപ്പുണ്ടാവില്ലേ? ചവിട്ടുമ്പോൾക്ക് ഒടിയിലോ. അതാണ് ഇത്. പാലയുടെ കൊമ്പ് അങ്ങനെയൊക്കെയാണ്. എന്നാലും എന്താ അറിയില്ല, അത് വലിയ ഇഷ്ടം. അങ്ങനെയൊക്കെയാണ് നമ്മൾ. ആ യക്ഷിയല്ല ഈ യക്ഷി കേട്ടോ. നമ്മുടെ നാട്ടിൽ മലയാളികൾക്ക് യക്ഷി എന്നൊക്കെ പറയുമ്പോൾ ഒരു തോന്നൽ പണ്ടേ ഒരു നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു തോന്നൽ ഉണ്ടല്ലോ. ഇത് യക്ഷന്മാരുടെ കൂട്ടത്തിലെ സ്ത്രീ, അതായത് ദേവി എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സ്ത്രീയാണ്. ആര്?
ഈ യക്ഷസ്ത്രീ അത് ഭീകരസ്വരൂപിണിയല്ല അവൾ വാസ്തവത്തിൽ. യക്ഷന്മാരും ദേവന്മാരൊന്നും ഭീകരന്മാരല്ല, അവരൊക്കെ സാധുക്കളാണ്. ഈ ദേവന്മാരൊക്കെ സാധു സമ്പ്രദായക്കാരല്ലേ. അപ്പം അതിൽ പെട്ട ഒരു യക്ഷി ഉണ്ടായിരുന്നു പണ്ട് പടെ. കസ്യജിത്വധ കാലസ്യ യക്ഷി വൈ കാമരൂപിണി ബലം നാഗസഹസ്രസ്യ ധാരയന്തി തഥാഹ്യഭോൽ എന്നാണ്. അങ്ങനെ ഒരു വലിയ 10,000 ആനയുടെ 1000 ആനയും 10,000 ആനയുടെ ഒക്കെ ശക്തിയുള്ളൊരു വലിയ ശക്തി